സീസൺ 4 ഒരുപാട് വൈറൽ കോണ്ടന്റുകൾ തന്ന പരകായ പ്രവേശം ടാസ്ക് ആണ് ബിഗ് ബോസ് അവർക്ക് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. രാവിലെ മുതലുള്ള ലൈവിന്റെ റെക്കോർഡിങ് ഞാനിപ്പോ ഇരുന്ന് കണ്ടു കേട്ടോ. മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു മേക്ക് ഓവറൊക്കെ. മേക്ക് ഓവർ കാണുമ്പോഴേ ചിരി വരും. പക്ഷെ മേക്ക് ഓവറിന് മുകളിൽ പെർഫോം ചെയ്ത് ഫലിപ്പിക്കാൻ ഭൂരിഭാഗം പേരെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഋഷി, നോറ, ശ്രീതു, ജിൻഡോ, പിന്നെ അഭിഷേക്, ഇവരാരും കൊടുത്ത ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഋഷിക്കൊക്കെ ജിൻഡോയെ നിർത്തി ട്രോളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ ഋഷി ഒന്നും അത് ഉപയോഗിച്ച് കണ്ടില്ല. അവിടെ ആകെ തകർത്ത് വാരി ഒരേ ഒരു മത്സരാർത്ഥി അർജുനാണ്. നോറയായിട്ടങ്ങ് ജീവിക്കുകയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പ്രത്യേകിച്ച് കൺഫെഷൻ റൂമിൽ വെച്ച് നടന്ന ആ ഒരു കോൺവെർസേഷനും ഒക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അഭിഷേകിനെ വാഴ എന്ന് വിളിക്കുന്നതൊക്കെ അടിപൊളിയായിരുന്നു. റിയൽ നോറ വേഴ്സസ് റിയൽ നോറ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ലൈവിനകത്ത്. അതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വന്നത്. അർജുൻ ഒരു രക്ഷയില്ല, അർജുൻ അവിടെ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് നോറയായിട്ടങ്ങ്. പിന്നെ ബിഗ് ബോസിന് വരെ അർജുന്റെ ആക്ട് കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും കൺഫെഷൻ റൂമിലേക്കൊക്കെ വിളിപ്പിച്ച് അങ്ങനെ ഒരു സാധനമൊക്കെ കൊടുത്തത്. ലിപ്സ്റ്റിക് ഒക്കെ തേച്ച് സുന്ദരിയായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അർജുൻ ഒരു ചിരിയൊക്കെ ചിരിച്ചു പോകുന്നുണ്ട്. നിങ്ങളൊരു മാന്യനാണ് ബിഗ് ബോസ്, ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുള്ളി അങ്ങ് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിനൊക്കെ സിജോയെ എന്തുമാത്രമാണ് വീക്ഷിച്ച് വെച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മുഖത്ത് കൈ വെക്കുന്നതും പിന്നെ അരയിൽ കൈ വെക്കുന്നതും മുണ്ട് മടക്കി കുത്തുന്നതും അങ്ങനെ സിജോയുടെ ചില മാൻഡ്രസംസ് എല്ലാം നല്ല കിടുവായിട്ട് തന്നെ ജാസ്മിൻ അവതരിപ്പിച്ചിട്ടുണ്ട്, കൈ ചൂണ്ടുന്നതും ഒക്കെ. അങ്ങനെ ഓവറോൾ നോക്കുന്ന സമയത്ത് സീസൺ 4 അത്രയും കോമഡി കണ്ടന്റുകളൊന്നും ഇല്ല ഈ സീസണില്. നിങ്ങളപ്പോ ഓർക്കുന്നുണ്ടാവും മോളെ ദിലു, പലപ്പൂ, ഇതളിൽ ആ ഒരു സാധനമൊക്കെ റിയാസിന്റെ. അതുപോലൊന്നും ഇത്ര നേരം ലൈവ് കണ്ടതിൽ ഞാൻ കണ്ടില്ല എന്നതാണ് സത്യം. ജിൻഡോയ്ക്കൊക്കെ കുറെ കൂടി കിടുവായിട്ട് ജാസ്മിനെ അവതരിപ്പിക്കാമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇപ്പം സിജോ ആണെങ്കിലും ശ്രീധുവിനെയാണ് സിജോയ്ക്ക് കിട്ടിയത്. പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ശ്രീധുവിന്റെ ഒക്കെ. പിന്നെ ഋഷിക്ക് പെർഫോം ചെയ്യാമായിരുന്നു, ജിൻഡോനെയാണ് ഋഷി അവതരിപ്പിക്കേണ്ടത്. ഋഷി ഇങ്ങനെ മിണ്ടായിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഈ പറഞ്ഞ 3 പേര് പ്രതീക്ഷിച്ച അത്ര കോമഡി ഒന്നുമില്ല, ക്യാരക്ടറായിട്ട് തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ആളെ സ്പൂഫ് ചെയ്യാൻ അത്ര നന്നായിട്ട് സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ വിജയിച്ചത് ആകെ അർജുനും ജാസ്മിനും ഒക്കെയാണ്, ഒരു രക്ഷയില്ല. ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.